ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തുറ്റ പോരാട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിന് മുട്ടുകുത്തിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. ആവേശ മത്സരത്തിൽ 6 റൺസിനാണ് ആതിഥേയരായ ഗുജറാത്തിന്റെ ജയം. തങ്ങളുടെ മുൻ നായകനായ ഹാർദിക് പാണ്ഡ്യയുടെ ടീമിനെതിരെ തട്ടകത്ത് തോക്കാതിരിക്കുകയെന്നത് ഗുജറാത്തിന്റെ അഭിമാന പ്രശ്നമായിരുന്നു. അവസാന 5 ഓവറിൽ 43 റൺസ് മാത്രമായിരുന്നു മുംബൈക്ക് ജയിക്കാനായി വേണ്ടിയിരുന്നത്. 7 വിക്കറ്റും കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടും പേരുകേട്ട മുംബൈ നിരയെ പിടിച്ചുകെട്ടാൻ ഗുജറാത്തിനായി. മുംബൈയുടെ നായകനായി ഹാർദിക് പാണ്ഡ്യ തോറ്റു തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ മത്സരം തോൽക്കുന്നത് മുംബൈയെ സംബന്ധിച്ച് പുതുമയല്ലെങ്കിലും ഇത്തവണത്തെ തോൽവി അഭിമാന പ്രശ്നമായിരുന്നു. ഗുജറാത്തിനോട് തോറ്റതോടെ മുംബൈ ആരാധകർ കട്ടക്കലിപ്പിലാണ്. പ്രധാനമായും ഹാർദിക് പാണ്ഡ്യക്കെതിരെയാണ് ആരാധകർ വിമർശനം ഉയർത്തുന്നത്. ഹാർദിക് എറിഞ്ഞ 3 ഓവറുകളെയാണ് ആരാധകർ വിമർശിക്കുന്നത്. നായകനായതിനാൽ ആദ്യ ഓവറടക്കം പവർ പ്ലേയിൽ 2 ഓവറുകളാണ് ഹാർദിക് എറിഞ്ഞത്. തല്ലുകൊണ്ടതല്ലാതെ ഒരു വിക്കറ്റ് പോലും നേടാനായില്ല. 3 ഓവറിൽ 30 റൺസാണ് വിക്കറ്റ് നേടാതെ ഹാർദിക് വഴങ്ങിയത്. ഇതിന് പിന്നാലെ ബാറ്റിംഗ് ഓർഡറിൽ സ്വയം പിറകോട്ടിറങ്ങിയ ഹാർദിക് 4 പന്തിൽ 11 റൺസുമായി പുറത്താവുകയും ചെയ്തു. ഹാർദിക്കിന്റെ അഹങ്കാരമാണ് മുംബൈയെ തോൽപ്പിച്ചതെന്നാണ് ആരാധകരുടെ വിമർശനം. സ്വയം വലിയ സംഭവമാണെന്ന് ഹാർദിക് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് തല്ലു വാങ്ങിയിട്ടും 3 ഓവർ പന്തെറിഞ്ഞത്. തിലക് വർമ്മയ്ക്കും ഡേവിഡിനും ഫിനിഷർ റോൾ നൽകി മുന്നോട്ട് കയറി കളിച്ച് ടീമിനെ ജയിപ്പിക്കാൻ ഹാർദിക് തയ്യാറാവണമായിരുന്നു. ഗുജറാത്തിനായി കളിച്ചപ്പോൾ മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും അടക്കം ഹാർദിക് കളിച്ചിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്ത് സൂപ്പർ ഹീറോ ആവാൻ ശ്രമിച്ച ഹാർദിക് നാണം കെട്ടിരിക്കുകയാണ്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഹാർദിക്കിനാണെന്നും സ്വയം വലിയ സംഭവമാണെന്ന ചിന്തയാണ് താരത്തിന് വില്ലനായതെന്നുമാണ് ആരാധകർ ആരോപിക്കുന്നത്. ആദ്യം ഫീൽഡ് ചെയ്യാനിറങ്ങിയ മുംബൈയുടെ തീരുമാനം തെറ്റായില്ലെന്ന് തെളിയിക്കുന്ന ബൗളിംഗാണ് താരങ്ങൾ കാഴ്ചവെച്ചത്. എന്നാൽ രോഹിത് ശർമ്മയോട് ഹാർദിക് പെരുമാറിയത് ശരിയായില്ലെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. രോഹിത്തിനോട് ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാൻ ഹാർദിക് ആവശ്യപ്പെടുകയായിരുന്നു. അത്ഭുതത്തോടെയാണ് നായകന്റെ നിർദ്ദേശം രോഹിത് കേട്ടത്. സഹതാരങ്ങളോട് രോഹിത് സംസാരിക്കാതിരിക്കാൻ ഹാർദിക് നടത്തിയ നാണംകെട്ട നീക്കമാണിതെന്നാണ് ആരാധകർ പറയുന്നത്. ഇതിന്റെ ഫലമാണ് മുംബൈ അനായാസം ജയിക്കേണ്ട കളി തോറ്റതെന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നു. ഹാർദിക് ഇതേ അഹങ്കാരം തുടർന്നാൽ മുംബൈ ഇനിയും മത്സരങ്ങൾ തോക്കുമെന്ന മുന്നറിയിപ്പും ആരാധകർ നൽകുന്നു. എന്തായാലും രോഹിത്തിന്റെ കീഴിൽ നിന്നും മുംബൈ മാറിയിട്ടും ആദ്യ മത്സരത്തിലെ തോൽവി അടക്കമെന്ന ശീലം മുംബൈക്ക് മാറിയിട്ടില്ല. പൊതുവെ ഡെത്ത് ഓവറിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുന്ന ടീമായിരുന്നു മുംബൈ. എന്നാൽ ഇപ്പോൾ 5 ഓവറിൽ 43 റൺസ് പോലും നേടാൻ സാധിക്കുന്നില്ല.